ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. സാത്വികമായ ബുദ്ധി വേണ്ടതുപോലെ നമുക്ക് ശുഭമായ കാര്യങ്ങളിൽ പ്രവേശിപ്പിക്കാൻ സഹായിക്കുന്നു. എന്നാൽ രാജസീകമായ ബുദ്ധിയാവട്ടെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാനുള്ള കഴിവാണ് തരാതിരിക്കുന്നത്. താൻ ധരിച്ചു വച്ചിരിക്കുന്നത് മാത്രമാണ് ശരി എന്ന ആ ഉറപ്പിന്മേലാണ് രാജസീകമായ ബുദ്ധി. രാജസീകമായ ബുദ്ധി പറയുമ്പോൾ ധർമാധർമ്മങ്ങളെ അകാര്യങ്ങളെ ഏതിനാൽ ശരിയല്ലാതെ ഹേ വാർത്ത അറിയും ബുദ്ധിരാജസം. ഇതാണ് നമ്മൾ ഇന്നലെ വിവരിച്ചത്. ഇനി താമസികമായ ബുദ്ധി എപ്രകാരത്തിലുള്ളതാണ് എന്ന് പറയുകയാണ്. അധർമ്മം ധർമ്മമിതിയ മന്യതേ തമസാവൃതാം സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധിസ പാർത്ഥതാമസി. താമസിയായിട്ടുള്ള ബുദ്ധി ഏറ്റവും അപകടം നിറഞ്ഞതാണ്. അത് ഒരാൾ പറഞ്ഞാലും അവർ അംഗീകരിക്കുകയില്ല. അവർ പറയുന്നതും ചെയ്യുന്നതും മാത്രമാണ് ശരിയെന്നും അത് മറ്റുള്ളവരെ കൂടി ഉറപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. അതിൻ്റെ വിവർത്തനം ഒന്ന് നോക്കാം. അന്ധകാരത്തിനാൽ മൂടി സർവവും വിപരീതമായി അധർമ്മം ധർമ്മമായി പാർത്ഥ അറിയും ബുദ്ധിതാമസം. അതായത് അന്ധകാരത്തിനാൽ മൂടി എന്നാൽ അജ്ഞാനം കൊണ്ട് ജ്ഞാനത്തിൻ്റെ വെളിച്ചം അല്പം പോലും ഇല്ലാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്ന ധൃതരാഷ്ട്ര രാജാവിനെ പോലെ. അതാണ് അന്ധകാരത്തിനാൽ മൂടി സർവവും വിപരീതമായി. എല്ലാം വിപരീതമായിട്ടേ അവർ കാണുകയുള്ളൂ. അധർമ്മം ധർമ്മമായി പാർത്ഥ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും തമോ ഗുണം ഉള്ളവർ കാണുന്നു. അങ്ങനെയുള്ള ബുദ്ധിയാണ് താമസിക ബുദ്ധി എന്ന് പറയുന്നത്. ഈ താമസിക ബുദ്ധി നമ്മളിലുണ്ടോ എന്ന് നമ്മൾ ഒന്ന് സ്വയം വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. നാം നമ്മുടേതായ ധാരണകൾ 100% ശരിയെന്ന് ഉറപ്പിച്ചു പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെ 100% ശരിയായ ഒരഭിപ്രായവും ഈ ലോകത്തിൽ ഇല്ല. എല്ലാ അഭിപ്രായങ്ങളും എല്ലാവർക്കും സ്വീകാര്യമല്ല. എത്ര ശരിയായതാണെങ്കിലും അത് ശരിയല്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് അത് ശരിയായി തോന്നുകയില്ല. എന്നാൽ സാത്വികമായ ബുദ്ധിയാണെങ്കിൽ തൻ്റെ ആ ബുദ്ധി കൊണ്ട് ചെയ്യുന്നതും വിചാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ശുഭമായിരിക്കും, തന്നെ ശാന്തിയിലേക്ക് നയിക്കും. എന്നാൽ രജോ ഗുണമുള്ളവർ കർമ്മം ചെയ്യുമ്പോൾ ഉത്സാഹമുണ്ടാവും, പിന്നീട് ആ കർമ്മം വിപരീതമാകുമ്പോൾ അവർ ദുഃഖിക്കുകയും ചെയ്യുന്നു. എന്നാൽ താമസിക ഗുണമുള്ളവർ ചെയ്യുന്നത് മുഴുവനും തെറ്റായതായിരിക്കും. അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും അവർ തെറ്റിദ്ധരിച്ച് തൻ്റെ അധർമ്മത്തെ ധർമ്മമായി സ്ഥാപിക്കാൻ അവർ അനവരതം പരിശ്രമിക്കുകയും വാദിക്കുകയും തർക്കിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവം കൂടി ഉണ്ട്. ഒരു തരത്തിലും അവർ അംഗീകരിക്കുകയില്ല. അവരുടെ ഈ ധാരണകൾ മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുക. ഇതാണ് തമോ ഗുണത്തിൻ്റെ സ്വഭാവം. അത് നേരെ വിപരീതമായിട്ട് അധർമ്മത്തെ ധർമ്മമായി അവർ ചിത്രീകരിക്കും, ധർമ്മത്തെ അധർമ്മമായും അവർ കാണുന്നു. ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ധർമ്മം ചെയ്യാൻ അവരെ അനുവദിക്കുകയില്ല. അതുകൊണ്ട് അന്ധകാരത്തിനാൽ മൂടി സർവവും വിപരീതമായി അധർമ്മം ധർമ്മമായി പാർത്ഥ
അറിയും ബുദ്ധി താമസം.